Hello dear students, myself Nemi Raju. Now we are going to start the last module, sixth module, and the first topic is the remaining portions from the fifth module, that is hierarchical clustering method. In the fifth module we studied about what about clustering, that is introduction to clustering, different types of clustering methods. Then the different types of methods are partitioning method, then hierarchy clustering, density based clustering, grid based clustering, and finally model based clustering. And in our subject we need to discuss the detailed explanation about first partitioning method, which discussed in the fifth module. Next we are going to study about hierarchy clustering method and density based clustering method. Through this video we are going to discuss about hierarchical clustering method and one algorithm used in the hierarchical clustering method. Okay, അപ്പോൾ എന്താണ് hierarchical clustering method? So clustering method means we are provided with a large set of data objects and we have to create different clusters, means different groups, or we have to classify that objects into multiple groups called clusters. Okay, in hierarchy clustering method we are creating a tree of clusters. അതായത് നമ്മൾ ഹയറാർക്കി ക്ലസ്റ്ററിങ് മെത്തേഡിൽ ഹയറാർക്കി ബേസ്ഡ് ആണെങ്കിൽ പല പല ലെവൽസ് ആയിട്ടായിരിക്കും ക്ലസ്റ്റേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അതിനെയാണ് ട്രീ ഓഫ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രീ ഓഫ് സ്ട്രക്ചേഴ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇറ്റ് ക്യാൻ ബി ഓഫ് ടു ടൈപ്സ്, ആഗ്ലോമറേറ്റീവും ഉണ്ട്, ഡിവിസീവും ഉണ്ട്. ആൻഡ് ദീസ് ഡിവിഷൻസ് agglomerative and divisive is based on how we decomposed or how we perform the decomposition നമ്മൾ എങ്ങനെയാണോ പെർഫോം ചെയ്യുന്നത്, ഹയറാർക്കിക്കൽ ഡികമ്പോസിഷൻ നമ്മൾ എങ്ങനെയാണോ പെർഫോം ചെയ്യുന്നത്, ദാറ്റ് മീൻസ് ബോട്ടം ടു അപ്പ് ക്രിയേഷൻ ആണോ ടോപ്പ് ടു ഡൗൺ ക്രിയേഷൻ ആണോ, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ രണ്ട് മെത്തേഡ്സ് ആണ് ഹയറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ് മെത്തേഡിൽ വരുന്നത്. ഡിവിസീവും ഉണ്ട്, ആഗ്ലോമറേറ്റീവും ഉണ്ട്. Agglomerative means we are using bottom up method, bottom up approach. Then in divisive we are using top to down approach. സോ ഇനി ഇതെന്താണെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ബ്രീഫായിട്ട് മാത്രമേ പഠിക്കുള്ളൂ, ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നുമില്ല. ദെൻ ഇന്നത്തെ ബർച്ച് അൽഗോരിതം എന്താണെന്നും കൂടെ ജസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇൻ ഹയറാർക്കി ക്ലസ്റ്ററിംഗ് മെത്തേഡ് ഇറ്റ് വർക്ക്സ് ബൈ ഗ്രൂപ്പ് ഡേറ്റ ഒബ്ജക്ട്സ് ഇൻ ടു എ ട്രീ ഓഫ് ക്ലസ്റ്റേഴ്സ്. ഒരു ട്രീ ഓഫ് ക്ലസ്റ്റേഴ്സ് ആയിട്ടായിരിക്കും ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. Then in hierarchy clustering method it can be further classified into agglomerative and divisive hierarchy clustering method depending on whether the hierarchical decomposition is performed in a bottom up or top to down fashion. Then here the quality of a pure hierarchy clustering method suffers from its inability to perform adjustment once a merge or split decision has been executed. That means bottom up approach എന്ന് പറയുമ്പം നമ്മൾ എന്താ ഇനിഷ്യലി ഓരോ ഒബ്ജക്റ്റ് ഓരോ ക്ലസ്റ്ററിലായിരിക്കും. ദെൻ ഇതിൽ സിമിലർ ആയിട്ടുള്ളവരെ നമ്മൾ കുറച്ചും കൂടെ ബിഗ് ക്ലസ്റ്റേഴ്സായിട്ട് മെർജ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഈ ലോ ബേസ്ഡ് ക്ലസ്റ്റേഴ്സിനെ നമ്മൾ ബിഗ് ക്ലസ്റ്റേഴ്സായിട്ട് ഡെവലപ്പ് ചെയ്തു, ലാർജർ ക്ലസ്റ്റേഴ്സായിട്ട് മിക്സ് ചെയ്തു. പിന്നെ ഇതിനെ വീണ്ടും മെർജ് ചെയ്ത് ഫൈനലി എല്ലാ ഒബ്ജക്ട്സും ഒരൊറ്റ ക്ലസ്റ്ററിൽ വരും. ദെൻ ഇതിൻ്റെ ഓപ്പോസിറ്റ് ടോപ്പ് ടു ഡൗൺ മെത്തേഡ് ആകുമ്പോഴത്തേക്ക് ഇനിഷ്യലി എല്ലാ ഒബ്ജക്ട്സും സെയിം ക്ലസ്റ്ററിലായിരിക്കും. ദെൻ വി ആർ ഡിവൈഡിങ് ഇറ്റ്. Again we are dividing it. Finally each object is in a single cluster. ഓരോ ഒബ്ജക്റ്റും ഓരോ സിംഗിൾ ഒബ്ജക്റ്റ്, ഈച്ച് സിംഗിൾ ഒബ്ജക്റ്റ് ഈസ് ഇൻ എ ക്ലസ്റ്റർ. ഓരോ സിംഗിൾ ഒബ്ജക്റ്റും ഒരു ക്ലസ്റ്ററിൽ ആയിരിക്കും. ആ രീതിയിലായിരിക്കും ഡികമ്പോസിഷൻ വരുന്നത് ടോപ്പ് ടു ഡൗൺ. അപ്പോൾ ഈ രണ്ട് കേസിൽ നമ്മൾ ഒന്നെങ്കിൽ either we are merging clusters to form a larger clusters or we are splitting a larger clusters into smaller clusters. അല്ലെ, ഒന്നെങ്കിൽ മെർജിങ് അല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ് ഓപ്പറേഷൻസ് ആയിരിക്കും ഇതിനകത്ത് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ മെർജിങ് സ്പ്ലിറ്റിംഗ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ കെ മീൻസിലും കെ മെഡോഡിലും ഒക്കെ ഡിസ്കസ് ചെയ്തതുപോലെ നമുക്ക് ഒബ്ജക്ട്സിനെ വൺ ക്ലസ്റ്ററിൽ നിന്ന് വേറെ ക്ലസ്റ്ററിലോട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. ദാറ്റ് മീൻസ് നോ അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് പോസിബിൾ. അത് ഇതിൻ്റെ ഒരു ഡ്രോബാക്കാണ്. സോ അതുകൊണ്ട് ക്വാളിറ്റിയും അതനുസരിച്ച് ക്വാളിറ്റിക്ക് അതനുസരിച്ച് ചില പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട്. അത്ര ക്വാളിറ്റി ഉള്ള ക്ലസ്റ്റേഴ്സ് ആയിരിക്കത്തില്ല ഹയറാർക്കി ക്ലസ്റ്ററിങ് വഴി നമുക്ക് കിട്ടുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് വീണ്ടും റീഅറേഞ്ച്മെൻ്റ് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ദ ക്വാളിറ്റി ഓഫ് എ പുവർ ക്ലസ്റ്ററിങ് മെത്തേഡ് സഫേഴ്സ് ഫ്രം ഇറ്റ്സ് ഇനബിലിറ്റി ടു പെർഫോം അഡ്ജസ്റ്റ്മെൻറ്റ് വൺസ് എ മെർജ് ഓർ സ്പ്ലിറ്റ് ഡിസിഷൻ ഹാസ് ബീൻ എക്സിക്യൂട്ടഡ്. സോ ഹയറാർക്കി ക്ലസ്റ്ററിങ് മെത്തേഡ് ട്രീ ഓഫ് ക്ലസ്റ്റേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഇത് ടു ടൈപ്സ് ഉണ്ട്, agglomerative and divisive.
ദെൻ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്തോ മെർജ് ഓർ സ്പ്ലിറ്റ് ഡിസിഷൻ നമ്മൾ ഓൾറെഡി ടേക്കൺ ചെയ്താൽ, അല്ലെങ്കിൽ ഒന്നുകിൽ മെർജ് ചെയ്ത ഒരു ക്ലസ്റ്ററിനെ നമ്മൾ മെർജ് ചെയ്തു പല പല ക്ലസ്റ്റേഴ്സ് ആക്കി, അല്ലെങ്കിൽ ഒരു കുറച്ച് ക്ലസ്റ്റേഴ്സിനെ ജോയിൻ ചെയ്തൊരു സിംഗിൾ ക്ലസ്റ്റർ ആക്കി, അത് ഒരു തവണ നമ്മൾ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ഒന്നും മോഡിഫൈ ചെയ്യാനായിട്ടോ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ടോ പറ്റില്ല. ഇറ്റ്സ് എ ഡിസഡ്വാൻറ്റേജ്. Then what are the two types of hierarchical clustering method? It is agglomerative hierarchical clustering and divisive hierarchical clustering. Okay, നമ്മൾ agglomerative പറഞ്ഞു, we are using bottom up strategy. What do you mean by bottom up strategy? Bottom up means initially ഓരോ ഒബ്ജക്റ്റും ഓരോ ക്ലസ്റ്റർ ആയിട്ടായിരിക്കും നമ്മൾ ഫോം ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 6 ഒബ്ജക്ട്സ് ആണെങ്കിൽ അതിന് 6 ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഫോം ചെയ്യും. Each object has its own individual cluster and they contain that object only. Then ഇതിൽ ഈ ക്ലസ്റ്റേഴ്സ് സിമിലർ ആയിട്ടുള്ള ക്ലസ്റ്റേഴ്സിനെ നമ്മൾ മെർജ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഈ 2 ക്ലസ്റ്റേഴ്സ് നമുക്ക് വേണമെങ്കിൽ ക്ലസ്റ്റർ കമ്പൈൻ ചെയ്ത് ജോയിൻ ചെയ്ത് ആ 2 ഒബ്ജക്ട്സിനെ സിംഗിൾ ക്ലസ്റ്ററിലാക്കാം. ഇത് വേണമെങ്കിൽ ഈ 2 ഒബ്ജക്ട്സിനെയും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്ത് ജോയിൻ ചെയ്ത് 2 ക്ലസ്റ്റേഴ്സ് ആക്കാം. ഒരു ക്ലസ്റ്ററിൽ 2 ഒബ്ജക്ട്സ് ആക്കാം. എഗെയിൻ ഈ 2 ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ക്ലസ്റ്റേഴ്സും കൂടെ മെർജ് ചെയ്ത് സിംഗിൾ ക്ലസ്റ്റർ ആക്കാം. ഇനി നെക്സ്റ്റ് ലെവലിൽ നമുക്ക് വീണ്ടും ഈ 2 ക്ലസ്റ്റേഴ്സിനെ കൂടെ മെർജ് ചെയ്ത് കൺസിസ്റ്റ് ഓഫ് 4 മെമ്പേഴ്സ് ആൻഡ് എഗെയിൻ ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ 2 ക്ലസ്റ്റേഴ്സും കൂടെ മെർജ് ചെയ്ത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടോട്ടൽ 6. ദാറ്റ് മീൻസ് ഫൈനലി എല്ലാ മെമ്പേഴ്സും ഒരൊറ്റ ക്ലസ്റ്ററിലായിട്ട് ലാർജ് ക്ലസ്റ്ററായിട്ട് ഫോം ചെയ്യും. സോ ഇനിഷ്യലി ഓരോ ഒബ്ജക്റ്റും ഒരു ക്ലസ്റ്ററിൽ ഒരു ഒബ്ജക്റ്റ് മാത്രമേ കാണത്തുള്ളൂ. ദെൻ അതിനെ നമ്മൾ മെർജ് ചെയ്ത് ലാർജർ ക്ലസ്റ്റേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു. ഫർദർ വീണ്ടും മെർജ് ചെയ്ത് ലാർജർ ക്ലസ്റ്റേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു. ഫൈനലി ഓൾ ഒബ്ജക്ട്സ് ബിലോങ് ടു ഓൺലി 1 ക്ലസ്റ്റർ. ഇതൊരു സ്റ്റോപ്പിംഗ് കണ്ടീഷൻ. എല്ലാ ഒബ്ജക്ട്സും ഒരു ക്ലസ്റ്ററിൽ വരുന്നു. വേറൊരു സ്റ്റോപ്പിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇത്ര ക്ലസ്റ്റേഴ്സേ പാടുള്ളൂ എന്ന് നമ്മൾ ഒരു കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ അത്ര ക്ലസ്റ്റേഴ്സ് എത്തുമ്പോൾ നമ്മുടെ ഈ പ്രോസസ്സ് ദാറ്റ് ഈസ് മെർജിങ് പ്രോസസ്സ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. സോ ഹിയർ 2 സ്റ്റോപ്പിംഗ് കണ്ടീഷൻസ്. ഒന്നെങ്കിൽ നമ്മൾ എല്ലാ ഒബ്ജക്ട്സും ഒരൊറ്റ ക്ലസ്റ്ററിൽ എത്തുന്നവരെ ഫൈനലി ഒരു ക്ലസ്റ്ററിൽ എത്തുന്നവരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂസ് ചെയ്യും. അല്ലെങ്കിൽ ഈ ഡിമാൻഡഡ് നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ് വേണമെന്നും കാണും. ആ നീഡഡ് നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ് എത്തുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഇതാണ് agglomerative അല്ലെങ്കിൽ ബോട്ടം അപ്പ് ക്ലസ്റ്ററിങ് മെത്തേഡ്. ഇതാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഈ agglomerative ആണ്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ റിവേഴ്സ് പെർഫോമൻസ് അല്ലെങ്കിൽ പ്രോസസ്സിങ് ആയിരിക്കും നമ്മൾ ടോപ്പ് ടു ഡൗണിൽ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടോപ്പ് ടു ഡൗൺ എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും? ഇനിഷ്യലി all of the objects belonging to a single cluster, then we are dividing that single clusters into multiple clusters. So smaller clusters നമ്മൾ അതിനെ smaller clusters ആയിട്ട് ഡെവലപ്പ് ചെയ്തു. എഗെയിൻ വീണ്ടും നമ്മൾ ഡെവലപ്പ് ചെയ്യും, സ്മോളർ ക്ലസ്റ്റർ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. സോ ഫൈനലി ഇതിൻ്റെ കണ്ടീഷൻ എങ്ങനെയായിരിക്കും? ഫൈനലി ഓരോ ഒബ്ജക്റ്റിനും ഓരോ ക്ലസ്റ്റർ ആയിരിക്കും. ദാറ്റ് മീൻസ് ഫൈനലി എത്ര ഒബ്ജക്ട്സ് ഉണ്ടായിരുന്നോ അത്രയും സിംഗിൾ ക്ലസ്റ്റേഴ്സ് കാണും. ഇതൊരു സ്റ്റോപ്പിംഗ് കണ്ടീഷൻ. അത് കോപ്പി കണ്ടീഷൻ എന്ന് പറയും. ഇവിടെ നമുക്ക് എത്ര ക്ലസ്റ്റേഴ്സ് വേണമെന്ന് കാണും. അത്രയും ക്ലസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ വേണമെങ്കിലും അത്രയും ക്ലസ്റ്റേഴ്സ് എത്തുമ്പോഴും, അതായത് സ്പ്ലിറ്റ് അത്രയും ക്ലസ്റ്റേഴ്സ് എത്തുമ്പോഴും. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ 4 ക്ലസ്റ്റേഴ്സ് മതി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു കേസ് വഴി സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ സോ ഇൻ ബോത്ത് കേസസ് ഇതിനെ നമ്മൾ ഡിവിസീവ് എന്ന് പറയും. ഡിവിസീവ് ഹൈറാർക്കി ക്ലസ്റ്ററിങ്. ഇൻ ബോത്ത് കേസസ് ഏത് ടോപ്പ് ടു ഡൗൺ ഓർ ബോട്ടം അപ്പ് അപ്രോച്ചസ് ഈസ് യൂസ്ഡ്. 2 കേസിലും ഫസ്റ്റ് കേസിൽ ബോട്ടം അപ്പിൻ്റെ കേസിൽ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓരോ ഒബ്ജക്റ്റ് ഓരോ ക്ലസ്റ്ററിലായിരിക്കും. അങ്ങനെ അതിനെ കമ്പൈൻ ചെയ്ത് ഫൈനലി എല്ലാ ഒബ്ജക്ട്സും ഒരു ക്ലസ്റ്ററിലായിരിക്കും. ദെൻ സെക്കൻഡ് മെത്തേഡിൽ ഡിവിസീവ് അല്ലെങ്കിൽ ടോപ്പ് ടു ഡൗൺ മെത്തേഡിൽ ഇനിഷ്യലി ഓൾ ദ ഒബ്ജക്ട്സ് ബിലോങ് ടു 1 സിംഗിൾ ക്ലസ്റ്റർ. ദെൻ ഇറ്റ് ഈസ് divided into smaller clusters and again into smaller clusters. ഫൈനലി ഓരോ ഒബ്ജക്റ്റിനും ഒരൊറ്റ സിംഗിൾ ക്ലസ്റ്റർ എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. ഈ 2 കേസിലും ഒരു അതർ ഓപ്ഷൻ ഓഫ് സ്റ്റോപ്പിംഗ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമുക്ക് ഇത്ര ക്ലസ്റ്റേഴ്സ് മതി എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ദാറ്റ് മീൻസ് നമ്മൾ ഫസ്റ്റ് കേസിൽ ബോട്ടം അപ്പ് കേസിൽ എല്ലാ ഒബ്ജക്ട്സും കൂടെ ഒരു ക്ലസ്റ്റർ എന്നുള്ള കേസല്ല, അതിന് മുമ്പ് തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അതുപോലെ രണ്ടാമത്തെ കേസിൽ ഓരോ ഒബ്ജക്റ്റിനും ഓരോ ക്ലസ്റ്റർ എന്നുള്ള രീതിയിലല്ല, അതിന് മുമ്പ് തന്നെ നമുക്ക് സ്പ്ലിറ്റിങ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇത്ര ക്ലസ്റ്റേഴ്സ് മാത്രം മതി എന്നൊരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ആ ക്ലസ്റ്റർ എത്തുമ്പോൾ ഈ ജോയിനിങ് ഓപ്പറേഷൻ അല്ലെങ്കിൽ നമ്മുടെ സ്പ്ലിറ്റിംഗ് ഓപ്പറേഷൻ നമുക്ക് ടെർമിനേറ്റ് ചെയ്യാം. ഓക്കെ, സോ first one, in agglomerative hierarchical clustering, a bottom-up strategy is used. It starts by placing each object in its own cluster and then merges these atomic clusters into larger and larger clusters.
until all of the objects are in a single cluster or until certain termination conditions are satisfied. And most hierarchical clustering methods belong to this category. They differ only in the definition of the intercluster similarity. Then divisive hierarchical clustering. This is a top-down approach, and here it performs the reverse of the agglomerative method, and it starts with all objects belong to one cluster. It subdivides the cluster into smaller and smaller pieces until each object forms a cluster on its own, or until it satisfies certain termination conditions, such as a desired number of clusters is obtained, or the distance between the two clusters is above threshold distance. ഒരു സ്റ്റോപ്പിംഗ് ക്രൈറ്റീരിയ കൂടെ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞു, ഒന്നുകിൽ നമ്മളെല്ലാം കൂടെ ഓരോ ക്ലസ്റ്ററിലാകുമ്പോൾ, അല്ലെങ്കിൽ ഓരോന്നും ഓരോ ക്ലസ്റ്ററിലാകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഇത്ര ക്ലസ്റ്റേഴ്സ് വേണമെന്ന് കാണും, അത്ര ക്ലസ്റ്റേഴ്സ് എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ത്രെഷോൾഡ് ഡിസ്റ്റൻസ് ഇവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. ത്രെഷോൾഡ് വാല്യൂ, രണ്ട് ക്ലസ്റ്റേഴ്സ് തമ്മിൽ ഇത്ര ത്രെഷോൾഡ് വാല്യൂസ് വേണം. ഓക്കെ, അപ്പോൾ ആ പർട്ടിക്കുലർ ത്രെഷോൾഡിന് എബോ ആവുന്ന കേസിൽ, അല്ലെങ്കിൽ രണ്ട് പേർ തമ്മിൽ ഇത്രയും ഡിസ്റ്റൻസേ പാടുള്ളൂ, അതിന് എബോ അല്ലെങ്കിൽ ബിലോ ആവുന്ന കേസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സ്പ്ലിറ്റിംഗ് അല്ലെങ്കിൽ ജോയിനിങ് പ്രോസസ്സ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ക്ലസ്റ്റേഴ്സിനെ ജോയിൻ ചെയ്യുന്നു, മെർജ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ എല്ലാം ഇതിനെ ജോയിൻ ചെയ്യണമെങ്കിലും സ്പ്ലിറ്റ് ചെയ്യണമെങ്കിലും നമ്മളൊരു മെഷർ യൂസ് ചെയ്യുന്നുണ്ട്. ഡിസ്റ്റൻസ് മെഷേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ദെൻ 4 ഡിസ്റ്റൻസ് മെഷേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. അതിനു മുമ്പ് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് പറയുന്നുണ്ട്. ഹിയർ it shows the application of Agnes and Diana. Agnes means its full form is agglomerative nesting and Diana means divisive analysis. അതായത് നമ്മുടെ agglomerative clustering മെത്തേഡിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ആഗ്നസ്, ഡിവിസീവ് ക്ലസ്റ്ററിംഗ് മെത്തേഡിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഡയാന. അപ്പോൾ സെയിം സെറ്റ് ഓഫ് ഒബ്ജക്ട്സ് ABCD അപ് ടു E വെച്ചിട്ട് ഈ രണ്ട് അപ്രോച്ചസും പെർഫോം ചെയ്ത് കാണിക്കുകയാണ്. ഫസ്റ്റ് ഇതിനകത്ത് agglomerative എന്ന് പറയുമ്പോൾ എന്താ, ബോട്ടം അപ്പ്. സോ ബോട്ടം അപ്പ് എന്ന് പറയുമ്പോൾ സ്റ്റെപ്പ് 0ൽ ഓരോ ഒബ്ജക്റ്റും ഓരോ ക്ലസ്റ്ററിലായിരിക്കും. ദെൻ സ്റ്റെപ്പ് 2ൽ ABയും കൂടെ കമ്പൈൻ ചെയ്തു, സ്റ്റെപ്പ് 1ൽ AB കമ്പൈൻ ചെയ്തു, സ്റ്റെപ്പ് 2ൽ Dയും Eയും കമ്പൈൻ ചെയ്തു, സ്റ്റെപ്പ് 3ൽ Cയും Dയും Eയും കമ്പൈൻ ചെയ്തു, ഫൈനലി സ്റ്റെപ്പ് 4ൽ എല്ലാ ഒബ്ജക്ട്സും ഒരൊറ്റ ക്ലസ്റ്ററിലായി. ദെൻ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഡയാന മെത്തേഡിൽ സ്റ്റെപ്പ് 0ൽ ഇനിഷ്യലി എല്ലാവരും ഒരൊറ്റ ക്ലസ്റ്ററിലായിരുന്നു. സ്റ്റെപ്പ് 1ലായപ്പോൾ അതിൽ നിന്ന് CD സ്പ്ലിറ്റ് ചെയ്തു, രണ്ട് ക്ലസ്റ്റേഴ്സ് ആക്കി. സ്റ്റെപ്പ് 2 ആയപ്പോൾ CD എന്ന് D സ്പ്ലിറ്റ് ചെയ്തു. സ്റ്റെപ്പ് 3 ആയപ്പോൾ സ്റ്റെപ്പ് 3 ആയപ്പോഴത്തേക്ക് നമ്മൾ ABനെ സ്പ്ലിറ്റ് ചെയ്തു. ഫൈനലി സ്റ്റെപ്പ് 4 അല്ലെങ്കിൽ ഫൈനൽ സ്റ്റെപ്പിൽ ഓരോന്നും ഓരോ ക്ലസ്റ്റേഴ്സിലായി. സോ പറഞ്ഞ കാര്യം തന്നെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വൈസ് കാണിക്കുന്നേ ഉള്ളൂ. In either agglomerative or divisive clustering method, one can specify the desired number of clusters as a termination condition. എത്ര ക്ലസ്റ്റേഴ്സ് വേണമെന്ന് ടെർമിനേഷൻ കണ്ടീഷൻ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു we can use distance measures for joining or splitting the clusters. ഓക്കെ, 4 ഡിസ്റ്റൻസ് മെഷേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 4 ഡിസ്റ്റൻസ് മെഷേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഹിയർ ഒരു ക്ലസ്റ്ററിനെ നമ്മൾ മെൻഷൻ ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത് CI എന്ന് വെച്ചിട്ടായിരിക്കും. ദെൻ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ഇൻ എ ക്ലസ്റ്റർ NI. ദെൻ 2 പോയിൻറ്റ്സ് ഫ്രം ഡിഫറെൻറ്റ് ക്ലസ്റ്റേഴ്സാണ് PIയും P'. ഓക്കെ, 4 widely used measures are follows where P minus P' is the distance between 2 objects or point P and P'. രണ്ട് ക്ലസ്റ്ററിലെ ഓരോ പോയിൻറ്റ്സാണ്. ഒരു ക്ലസ്റ്ററിലെ പോയിൻറ്റ് P, മറ്റൊരു ക്ലസ്റ്ററിലെ പോയിൻറ്റ് P'. ദെൻ ഒരു ക്ലസ്റ്ററിനകത്തുള്ള മെമ്പേഴ്സിൻ്റെ എല്ലാം കൂടെ മീൻ വാല്യൂ ആണ് MI, ആൻഡ് NI is a number of objects in CI. They're all known as linkage measures. അപ്പോൾ 4 മെഷേഴ്സ് ഉണ്ട്. 4 മെഷേഴ്സിന് ഒന്ന് ഫസ്റ്റ് മിനിമം ഡിസ്റ്റൻസ് മീൻസ് നമ്മൾ രണ്ട് ക്ലസ്റ്റേഴ്സ് എടുക്കുക, രണ്ട് ക്ലസ്റ്റേഴ്സ് എന്നുള്ള ഒബ്ജക്ട്സ് എടുത്ത് എല്ലാ ഒബ്ജക്ട്സിൻ്റെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിലെ ഏറ്റവും മിനിമം വാല്യൂ. ഇനി എല്ലാ ഒബ്ജക്ട്സിൻ്റെ ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് അതിൽ വരാവുന്ന ഏറ്റവും മാക്സിമം വാല്യൂ. ദെൻ മീൻ വാല്യൂ, അതിൻ്റെ എല്ലാം കൂടെ ആവറേജ് വാല്യൂ മീൻസ് എല്ലാത്തിൻ്റെ ഡിസ്റ്റൻസ് എടുക്കുക, ആ ഡിസ്റ്റൻസിനെ ടോട്ടൽ നമ്പർ കൊണ്ടിട്ട് ഡിവൈഡ്, ആവറേജ് വാല്യൂ. ഈ 4 മെഷേഴ്സിൽ ഏതെങ്കിലുമൊക്കെ ഒരു മെഷേഴ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ക്ലസ്റ്ററിങ് പെർഫോം ചെയ്യുന്നത്. സോ മിനിമം ഡിസ്റ്റൻസ് മീൻസ് വി ആർ ടേക്കിംഗ് ഒബ്ജക്ട്സ് ഫ്രം CA and CJ. CJ means 2 different clusters, and P is a point from CI and P' is a point from CJ. Then P minus P', ഓരോ Pയും ഫ്രം CI ആൻഡ് P' ഫ്രം CJ എടുത്ത് അതിൻ്റെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക ആൻഡ് ആബ്സല്യൂട്ട് വാല്യൂ നോക്കുക. അതിൻ്റെ മിനിമം വാല്യൂ ആണ് മിനിമം ഡിസ്റ്റൻസ്. ഈ ഒബ്ജക്ട്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ മാക്സിമം വാല്യൂ ആയിരിക്കാം അത് രണ്ട് ഒബ്ജക്ട്സിനിടയ്ക്ക്, രണ്ട് ക്ലസ്റ്റേഴ്സിനിടയ്ക്ക് വരാവുന്ന ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ മിനിമം ഡിസ്റ്റൻസ് ആയിട്ട്, ഏറ്റവും മാക്സിമം ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത്. ദെൻ മീൻ ഡിസ്റ്റൻസ് മീൻസ് എന്താ,
മീൻ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ മീൻ കണ്ടുപിടിക്കണം. ഓരോ ക്ലസ്റ്ററിൻ്റെ മീൻ കണ്ടുപിടിച്ച് അതിൻ്റെ ഡിഫറൻസ്. ആൻഡ് ആവറേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ രണ്ട് ക്ലസ്റ്റേഴ്സിലെ ഒബ്ജക്ട്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുക്കുക, അതിനെ എല്ലാം കൂടെ സമപ്പ് ചെയ്യുക, അതിനെ നമ്മൾ ഹോൾ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ഫ്രം 2 ക്ലസ്റ്റേഴ്സ് NI ആൻഡ് NAJ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആവറേജ് ഡിസ്റ്റൻസ്. ഈ 4 മെഷേഴ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ജോയിനിങ്ങും സ്പ്ലിറ്റിങ്ങും എല്ലാം പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി വാട്ട് ആർ ദ ഡിഫിക്കൽട്ടീസ് വൈൽ ബി ഫേസിങ് ഡ്യൂറിങ് ദ ക്ലസ്റ്ററിങ് ഹൈറാർക്കി ക്ലസ്റ്ററിങ് മെത്തേഡ്. ഹൈറാർക്കി ക്ലസ്റ്ററിങ് മെത്തേഡ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ് എന്താണ്? മെയിൻ ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മെർജ് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു ഇല്ലേ. അപ്പോൾ മെർജ് ചെയ്യുമ്പോൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് പോയിൻറ്റ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ഏതൊക്കെ നമ്മൾ മെഷേഴ്സ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞ് എവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്യും അല്ലെങ്കിൽ ഏത് സ്റ്റെപ്പിൽ സ്പ്ലിറ്റ് ചെയ്യും അങ്ങനെയൊക്കെ ഉള്ളൊരു ഡിസിഷൻ പ്രോബ്ലം ഉണ്ട്. ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട് ടു ടേക്ക് ദ ഡിസിഷൻസ് റിഗാർഡിങ് ദ സെലക്ഷൻ ഓഫ് എ മെർജ് ഓർ സ്പ്ലിറ്റ് പോയിൻറ്റ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഇനിഷ്യലി എല്ലാ ഒബ്ജക്ട്സും ഒരു ക്ലസ്റ്ററിലാണ്. അപ്പോൾ നമ്മൾ ഈ ക്ലസ്റ്റർ വെച്ചിട്ടായിരിക്കും പെർഫോമൻസ് പെർഫോം ചെയ്യുന്നത്. അടുത്ത സ്റ്റെപ്പ് എത്തിയപ്പോൾ നമുക്കൊരു ഇതിനെ ഡിവൈഡ് ചെയ്ത് നമ്മൾ 3 ക്ലസ്റ്റേഴ്സ് ആക്കി. സോ നമ്മൾ ഈ ക്ലസ്റ്റർ പിന്നെ ചെക്ക് ചെയ്യത്തില്ല, നെക്സ്റ്റ് ഈ ക്ലസ്റ്റർ വെച്ചിട്ടായിരിക്കും പെർഫോമൻസ് പ്രൊസീഡ് ചെയ്യുന്നത്. സോ ദ പ്രോസസ് അറ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് വിൽ ഓപ്പറേറ്റ് ഓൺ ദ ന്യൂലി ജനറേറ്റഡ് ക്ലസ്റ്റേഴ്സ്. ഓരോ സ്റ്റെപ്പിലും നമ്മൾ ന്യൂലി ജനറേറ്റഡ് ക്ലസ്റ്റേഴ്സ് വെച്ചിട്ടായിരിക്കും പ്രോസസ്സ് പെർഫോം ചെയ്യുന്നത്. സോ വി കനോട്ട് അൺഡു വാട്ട് വാസ് ഡൺ പ്രീവിയസ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയൊന്നും നമുക്ക് ഇതൊന്ന് മോഡിഫൈ ചെയ്യാനോ അപ്ഡേറ്റ് ചെയ്യാനോ പറ്റത്തില്ല. ആൻഡ് വി കനോട്ട് പെർഫോം എനി സ്വാപ്പിംഗ് ഓഫ് ഒബ്ജക്ട്സ് ബിറ്റ്വീൻ ദ ക്ലസ്റ്റേഴ്സിനിടയ്ക്ക് നമുക്ക് ഒബ്ജക്ട്സിനെ മൂവ് ചെയ്യാനൊന്നും പറ്റത്തില്ല. സോ ദസ് മെർജ് ഓർ സ്പ്ലിറ്റ് ഡിസിഷൻസ് ഇഫ് നോട്ട് വെൽ ചൂസൺ അറ്റ് സം സ്റ്റെപ്പ് മേ ലീഡ് ടു ലോ ക്വാളിറ്റി ക്ലസ്റ്റേഴ്സ്. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന സ്പ്ലിറ്റിംഗ് അല്ലെങ്കിൽ ജോയിനിങ് ഓപ്പറേഷൻ നല്ല രീതിയിൽ പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു ലോ ക്വാളിറ്റി ക്ലസ്റ്റേഴ്സ് ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഓരോ തവണയും നമുക്ക് മെർജ് ചെയ്യുമ്പോഴും സ്പ്ലിറ്റ് ചെയ്യുമ്പോഴും നമുക്ക് എല്ലാ ഒബ്ജക്ട്സിനെയും എല്ലാ ക്ലസ്റ്റേഴ്സിനെയും ഇല്ല നേരത്തെ തന്നെ നമ്മൾ മിനിമം ഡിസ്റ്റൻസ് മാക്സിമം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന കേസിൽ ഓരോ ഒബ്ജക്റ്റിന് ബാക്കിയുള്ള എല്ലാ ഒബ്ജക്ട്സുമായിട്ടുള്ള ഈ മെഷേഴ്സ് എല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ലാർജ് എമൗണ്ട് ഓഫ് ടൈം നമ്മളവിടെ വേസ്റ്റ് ചെയ്യേണ്ടി വരും ഫോർ എക്സാമിനിങ് ദ ലാർജ് നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ഇല്ലേ. സോ ആ ഒരു കേസ് വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് സ്കെയിലബിൾ ഇല്ലേ. അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ്. മെയിൻ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുക്കുന്ന എവിടെ വെച്ചാണോ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എവിടെ വെച്ചാണോ നമ്മൾ മെർജ് ചെയ്യേണ്ടത് ആ ഒരു ഡിസിഷനെ ബേസ് ചെയ്തിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. ആ ഡിസിഷൻ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ലോ ക്വാളിറ്റി ക്ലസ്റ്റേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ഈ അഡ്വാൻറ്റേജസ് എല്ലാം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുതിയ അൽഗോരിതംസ് ഡെവലപ്പ് ചെയ്തത്. ആ അൽഗോരിതംസിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് പോലെ ഹൈറാർക്കി ക്ലസ്റ്ററിങ് പെർഫോം ചെയ്യും. അതിൻ്റെ കൂടെ നമ്മൾ പഠിക്കുന്ന ബാക്കിയുള്ള ക്ലസ്റ്ററിങ് മെത്തേഡ്സ് ഏതെങ്കിലും കൂടെ കമ്പൈൻ ചെയ്യും. ദാറ്റ് മീൻസ് ഹൈറാർക്കിക്കലിൻ്റെ കൂടെ പാർട്ടീഷനിങ്ങോ അല്ലെങ്കിൽ ഹൈറാർക്കിയുടെ കൂടെ ഡെൻസിറ്റിയോ അങ്ങനെ എന്തെങ്കിലും കൂടെ കമ്പൈൻ ചെയ്യും. യൂഷ്വലി ഹൈറാർക്കിയുടെ കൂടെ പാർട്ടീഷനിങ് മെത്തേഡായിരിക്കും യൂസ് ചെയ്യുന്നത്. സോ one promising directions for improving the clustering quality of hierarchical method is to integrate hierarchy clustering method with some other clustering techniques for multi-phase clustering. ക്ലസ്റ്ററിങ് തന്നെ പല ഫേസ് ആയിട്ട് പെർഫോം ചെയ്യും. അതായത് ഇനിഷ്യലി നമ്മൾ ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിങ് പെർഫോം ചെയ്യും, അതിനെ ഫോളോ ചെയ്ത് പിന്നെ നമുക്ക് റീ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കെ മെത്തേഡോ കെ മീൻസോ ദാറ്റ് മീൻസ് നമ്മുടെ പാർട്ടീഷൻ മെത്തേഡിങ് കൂടെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സോ ആ രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത ഈ പറഞ്ഞ മെത്തേഡ്സ് എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്ത അൽഗോരിതമാണ് ബർച്ച് അൽഗോരിതം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ബർച്ച് അൽഗോരിതം യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്നതാണ്. സോ ബർച്ച് അൽഗോരിതം ബിഗിൻസ് ബൈ പാർട്ടീഷനിങ് objects hierarchically using tree structures and then applies other clustering methods for refining the clusters. ആദ്യമേ നമ്മൾ യൂഷ്വലി ഹൈറാർക്കി ക്ലസ്റ്ററിങ് മെത്തേഡ് യൂസ് ചെയ്തിട്ടായിരിക്കും ട്രീ ഓഫ് ക്ലസ്റ്റേഴ്സ് ഡെവലപ്പ് ചെയ്യും. ദെൻ വേറെ ഏതെങ്കിലും മെത്തേഡ്സ് യൂസ് ചെയ്ത് ആ ക്ലസ്റ്ററിനെ നമുക്ക് ഒന്നും കൂടെ റീഫൈൻ ചെയ്ത് റീ അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ബർച്ചിൻ്റെ ഫുൾ ഫോം ഇറ്റ്സ് എ ബാലൻസ്ഡ് iterative reducing and clustering using hierarchy. Balanced iterative reducing and clustering using hierarchies. So it's an integrated clustering method. Integrated means പല ക്ലസ്റ്ററിങ് മെത്തേഡ്സ് കമ്പൈൻ ചെയ്തിട്ടുള്ള മെത്തേഡാണ്. ആൻഡ് ദിസ് സ്ട്രക്ചേഴ്സ് helps clustering method achieve good speed and scalability in large database. ഈ ബർച്ച് മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ ക്ലസ്റ്ററിങ് പെർഫോം ചെയ്തപ്പോൾ ലാർജ് ഡേറ്റാബേസിൻ്റെ സ്കെയിലബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യും, അതുപോലെ തന്നെ സ്പീഡും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇറ്റ് പെർഫോംസ് ഇൻക്രിമെൻ്റൽ ആൻഡ് ഡൈനാമിക് ക്ലസ്റ്ററിങ്.
ഇൻക്രിമെൻ്റൽ ഡൈനാമിക് ക്ലസ്റ്ററിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ ഹൈറാർക്കിക്കൽ പോലെ സ്റ്റാറ്റിക് ഒന്നും ആയിരിക്കത്തില്ല. നമുക്ക് ഒബ്ജക്ട്സിനെ വേണമെങ്കിൽ ഒരു ക്ലസ്റ്ററിൽ നിന്ന് വേറെ ക്ലസ്റ്ററിലോട്ടൊക്കെ മൂവ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. ഇൻക്രിമെൻ്റൽ മെത്തേഡ് ആയിരിക്കും. അതായത് നമ്മൾ ഒന്ന് ആഡ് ചെയ്തു വീണ്ടും വരുന്നതിന് ഇങ്ങനെ ഇൻക്രിമെൻറ്റഡ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് പോവാം. മെയിൻലി ഹിയർ വി ആർ ഇൻട്രൊഡ്യൂസിങ് ടു മെയിൻ കൺസെപ്റ്റ്സ്, ദാറ്റ് ഈസ് ക്ലസ്റ്ററിങ് ഫീച്ചർ ആൻഡ് ക്ലസ്റ്ററിങ് ഫീച്ചർ ട്രീ. ഈ ബർച്ച് അൽഗോരിതത്തിൻ്റെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു പുതിയ 2 കൺസെപ്റ്റ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ക്ലസ്റ്ററിങ് ഫീച്ചർ CF ആൻഡ് ക്ലസ്റ്ററിങ് ഫീച്ചർ ട്രീ CF ട്രീ. ഓക്കെ, അപ്പം ബർച്ച് അൽഗോരിതം എന്താണെന്ന് പറഞ്ഞു. ഇൻറ്റഗ്രേറ്റഡ് മെത്തേഡാണ്. സ്പീഡ് ഇൻക്രീസ് ചെയ്യും, സ്കെയിലബിലിറ്റി ഇൻക്രീസ് ചെയ്യും, ഇൻക്രിമെൻ്റൽ ആൻഡ് ഡൈനാമിക് ആണ്. ദെൻ എന്താ 2 ന്യൂ അപ്രോച്ചസ് ഫോർ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്, ക്ലസ്റ്ററിങ് ഫീച്ചർ ആൻഡ് ക്ലസ്റ്ററിങ് ഫീച്ചർ ട്രീ. ഇനി എന്താണ് ക്ലസ്റ്ററിങ് ഫീച്ചർ? Clustering feature means it's a triplet summarizing information about subclusters of the objects. ഒരു ക്ലസ്റ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ക്ലസ്റ്ററിനെ പറ്റിയിട്ടുള്ളൊരു സമ്മറൈസ്ഡ് ഇൻഫോർമേഷനാണ്. ട്രിപ്ലെറ്റ് സമ്മറൈസ്ഡ് ഇൻഫോർമേഷൻ എന്ന് പറയുമ്പോൾ 3 ഇൻഫോർമേഷൻസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വാട്ട് ആർ ദ 3 ഇൻഫോർമേഷൻസ്? CF ഈക്വൽ ടു N, LS ആൻഡ് SS. അതായത് നമുക്കൊരു ക്ലസ്റ്റർ തരും. വി ആർ ഗിവൻ വിത്ത് എ N dimensional cluster which consisting of N number of objects. ഓക്കെ, വി ആർ ഗിവൻ വിത്ത് എ D dimensional പോയിൻറ്റ്സ്. ഒരു ക്ലസ്റ്റർ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരും 2 dimensional, 3 dimensional, 3 dimensional ആൻഡ് കൺസിസ്റ്റിംഗ് ഓഫ് N objects. ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ആണ് N. ദെൻ LS ഈസ് ദ ലീനിയർ സം ഓൺ N പോയിൻറ്റ്സ്, സം ഓഫ് ദ N objects. ദെൻ SS ഈസ് ദ സ്ക്വയർ സം ഓഫ് ദ ഡേറ്റ പോയിൻറ്റ്സ്. നമ്മുടെ സമ്മാണ് LS. ദെൻ ഈ പറഞ്ഞ ഒബ്ജക്ട്സിൻ്റെ എല്ലാം ഡേറ്റ പോയിൻറ്റ്സിൻ്റെ എല്ലാം വാല്യൂവിൻ്റെ സ്ക്വയർ സമ്മാണ് എന്ത് SS എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ഇൻഫോർമേഷനാണ് CFനകത്തുള്ളത്. അതായത് ഒരു ക്ലസ്റ്റർ ആണെങ്കിൽ അതിൻ്റെ CF എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് എത്ര ഒബ്ജക്ട്സ് ഉണ്ട്? 5 ഒബ്ജക്ട്സ്, നമ്പർ ഓഫ് ഒബ്ജക്ട്സ്. ദെൻ ഇതിൻ്റെ എല്ലാം കൂടെ സമ്മും ലീനിയർ സമ്മും കാണും, ഇതിൻ്റെ എല്ലാം കൂടെ സ്ക്വയർ സമ്മും കാണും. ഇതിനെല്ലാം ഓരോ വാല്യൂസ് കാണും, ആ വാല്യൂസിൻ്റെ എല്ലാം സമ്മും കാണും, ആ വാല്യൂസിൻ്റെ എല്ലാം സ്ക്വയർ സമ്മും കാണും. ഇത്രയും ഡീറ്റെയിൽസ് ട്രിപ്പിൾ ഇൻഫോർമേഷൻസ് ആയിരിക്കും ക്ലസ്റ്ററിങ് ഫീച്ചറിനകത്തുള്ളത്. ഓക്കെ, അപ്പോൾ ക്ലസ്റ്ററിങ് ഫീച്ചർ എന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ക്ലസ്റ്ററിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ ഓരോരോ നോട്ട്സായിട്ട് ട്രീ ഓഫ് ക്ലസ്റ്റേഴ്സ് വരയ്ക്കുമ്പോൾ നോട്ട്സായിട്ട് വരയ്ക്കാതെ ഇതിന് പകരം എന്തായിരിക്കും ഇവിടെ എല്ലാം ഓരോ CF ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് instead of representing the nodes, we are representing only the informations regarding the nodes. നമ്മളൊരു ക്ലസ്റ്ററിനെ അതിനകത്തുള്ള ഒബ്ജക്ട്സ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാതെ അതിൻ്റെ ട്രിപ്ലെറ്റ് ഇൻഫോർമേഷൻസ്, അതായത് സമ്മറൈസ് ചെയ്യുവാണ് ക്ലസ്റ്ററിൻ്റെ, അതിൻ്റെ ഇൻഫോർമേഷൻ മാത്രമേ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യത്തുള്ളൂ. കണ്ടോ, ഇതാണൊരു CF ട്രീ. CF ട്രീ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ CF എല്ലാം കൂടെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ട്രീ ആണ് CF ട്രീ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്ലസ്റ്റർ ഓരോ നോട്ട്സായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാതെ എന്തായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു? ഓരോ CF ആൻഡ് ഇൻഫോർമേഷൻ മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, ഇൻഫോർമേഷൻ അതായത് എത്ര നോട്ട്സ് ഉണ്ട്, അതിൻ്റെ സം, അതിൻ്റെ സ്ക്വയർ സം, അങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് ആയിരിക്കും അതിനകത്ത് ഉള്ളത്. ഓക്കെ, അപ്പോൾ ആ ക്ലസ്റ്ററിങ് ഫീച്ചർ എല്ലാം കൂടെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ക്ലസ്റ്ററിങ് ഫീച്ചർ ട്രീ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊരു ക്ലസ്റ്റർ ആണ്, അതിനകത്ത് 6 ഒബ്ജക്ട്സ് ഉണ്ട്. ഇതിനെ നമ്മളിപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു 4 ഒബ്ജക്ട്സ്, ഇവിടെ ഒരു 2 ഒബ്ജക്ട്സ് എന്നുള്ള രീതി ഡിവൈഡ് ചെയ്തെന്ന് വെച്ചു. അപ്പോൾ ഇതിൻ്റെ CF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇതിൻ്റെ CFൻ്റെയും ഒരു സമ്മല്ലേ. അതായത് ഇതിൻ്റെ CF നമ്മൾ എഴുതുമ്പോൾ 6 ഒബ്ജക്ട്സ്, ദെൻ അതിൻ്റെ സമ്മ് LSഉം, ദെൻ അതിൻ്റെ സ്ക്വയർ സമ്മും കാണും. ദെൻ ഇതിനകത്തെന്ന് പറയുമ്പോൾ 4 ഒബ്ജക്ട്സ്, ദെൻ അതിൻ്റെ സമ്മ്, അതിൻ്റെ സ്ക്വയർ സമ്മ്. ഇവിടെയും അതിൻ്റെ ഒബ്ജക്ട്സ് 2, അതിൻ്റെ LS SS. ആക്ച്വലി ഈ രണ്ട് ചൈൽഡിൻ്റെയും CFൻ്റെ സമ്മായിരിക്കും ഇവിടുത്തെ CF എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഓരോ നോഡിൻ്റെയും CF എന്ന് പറയുന്നത് അതിൻ്റെ ലീഫ് നോഡ്സിൻ്റെ അല്ലെങ്കിൽ ചിൽഡ്രൻ്റെ CFൻ്റെ സമ്മും കൂടെ ആയിരിക്കും. സോ a clustering feature summarizes the informations about the subclusters of objects instead of storing all objects. ഒബ്ജക്ട്സ് സ്റ്റോർ ചെയ്യാതെ അതിന് പകരം ഒബ്ജക്ട്സിൻ്റെ ഇൻഫോർമേഷൻസ്, ഒരു ക്ലസ്റ്ററിലുള്ള ഒബ്ജക്ട്സിൻ്റെ ഇൻഫോർമേഷനായിരിക്കും ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്. A CF tree is a height balanced tree which stores the clustering features for a hierarchy clustering. The non-leaf nodes stores
സം ഓഫ് ദ CF of the children. That is, it summarizes clustering information about their children. നോൺ ലീഫ് നോഡ്സ് എല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്ന CF എന്ന് പറയുന്നത് അതിൻ്റെ ചിൽഡ്രനിൻ്റെ ഇൻഫോർമേഷൻ തന്നെയായിരിക്കും. ആൻഡ് ഹിയർ വി ആർ യൂസിങ് 2 പാരാമീറ്റേഴ്സ് ഫോർ എ CF ട്രീ. CF ട്രീയിൽ നമ്മൾ 2 പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നു, ബ്രാഞ്ചിങ് ഫാക്ടർ ആൻഡ് ത്രെഷോൾഡ് വാല്യൂ T. ബ്രാഞ്ചിങ് ഫാക്ടർ P ആൻഡ് ദ ത്രെഷോൾഡ് വാല്യൂ T. ബ്രാഞ്ചിങ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എത്ര ബ്രാഞ്ചസ് ഉണ്ട്, അതായത് നോൺ ലീഫ് നോഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ബ്രാഞ്ചിങ് ഫാക്ടർ സ്പെസിഫൈസ് ദ മാക്സിമം നമ്പർ ഓഫ് ചിൽഡ്രൻ പെർ നോൺ ലീഫ് നോഡ്. ഒരു നോൺ ലീഫ് നോഡിൽ എത്ര ചിൽഡ്രൻ ഉണ്ടെന്നായിരിക്കും, അതായത് എത്ര ബ്രാഞ്ചസ് ഉണ്ടെന്നായിരിക്കും അതിൻ്റെ ബ്രാഞ്ചിങ് ഫാക്ടർ. ദെൻ ത്രെഷോൾഡ് വാല്യൂ പാരാമീറ്റർ സ്പെസിഫൈസ് ദ മാക്സിമം ഡയമീറ്റർ ഓഫ് എ സബ് ക്ലസ്റ്റേഴ്സ്. അതായത് ഇപ്പോൾ ഇതൊരു ക്ലസ്റ്റർ ആണെങ്കിൽ അതിനൊരു ഡയമീറ്റർ കാണും, അതിന് ഷേപ്പിന് ആ അപ്പോൾ ആ ഒരു ഡയമീറ്ററിൽ അത്രയും വരുന്ന ഒബ്ജക്ട്സ് മാത്രമേ ആ ക്ലസ്റ്ററിൽ കാണത്തുള്ളൂ. ആ ഡയമീറ്ററിന് എബോവ് എന്തെങ്കിലും ഒബ്ജക്ട്സ് അതിനകത്ത് ആഡ് ചെയ്ത് അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. ഒരു ക്ലസ്റ്ററിന് ഒരു ഡയമീറ്റർ കാണും, ആ ഡയമീറ്ററിനകത്ത് വരുന്ന ഒബ്ജക്ട്സ് മാത്രമേ അതിനകത്ത് കാണത്തുള്ളൂ. മോർ ദാൻ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡയമീറ്ററിനെ എക്സീഡ് ചെയ്യുവാണെങ്കിൽ വി ഹാവ് ടു സ്പ്ലിറ്റ് ദാറ്റ് ക്ലസ്റ്റർ. അതാണ് ത്രെഷോൾഡ് ഫാക്ടറും കൂടെ നമ്മൾ ഓരോ ഒബ്ജക്റ്റിനെ ആഡ് ചെയ്യുമ്പോൾ ത്രെഷോൾഡ് ഫാക്ടറും കൂടെ ചെക്ക് ചെയ്യും. സോ ദ ത്രെഷോൾഡ് പാരാമീറ്റർ സ്പെസിഫൈസ് ദ മാക്സിമം ഡയമീറ്റർ ഓഫ് ദ subclusters stored at the leaf nodes of the tree, and these 2 parameters influence the sizes of the resulting. ഈ 2 പാരാമീറ്ററിനെ ബേസ് ചെയ്യാനായിരിക്കും ട്രീയുടെ സൈസ്. അതായത് നമ്മുടെ ഡയമീറ്റർ കൂട്ടുന്നോടും എന്തായിരിക്കും, ക്ലസ്റ്ററിൻ്റെ ഷേപ്പും വലുതായിരിക്കും, ലെവൽസും അത്രയും വേണ്ടി വരത്തില്ല. അതുപോലെ ബ്രാഞ്ചിൻ്റെ ഇതും കൂട്ടുമ്പോഴത്തേക്കും അതനുസരിച്ചിട്ടായിരിക്കും ബ്രാഞ്ചിങ് ഫാക്ടറിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ സൈസ് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഹൗ ദ ബർച്ച് അൽഗോരിതം വിൽ വർക്ക്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 phases. ഫസ്റ്റ് ഫേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു CF ട്രീ കൺസ്ട്രക്റ്റ് ചെയ്യും. ദെൻ സെക്കൻഡ് ഫേസിൽ വേറെ ഏതെങ്കിലും ക്ലസ്റ്ററിങ് മെത്തേഡ് അപ്ലൈ ചെയ്തിട്ട് ഇതിനെ ഒന്നും കൂടെ റിഫൈൻ ചെയ്യും. മനസ്സിലായോ? ഫസ്റ്റ് ഫേസിൽ നമ്മളൊരു CF ട്രീ കൺസ്ട്രക്റ്റ് ചെയ്യും. ഇവിടെ നമ്മൾ ടോപ്പ് ടു ഡൗൺ മെത്തേഡിൻ്റെ കാര്യമാണ് പറയുന്നത്. അതായത് ഇതിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്, നമുക്ക് ഫസ്റ്റ് ഫേസിൽ ഒരു CF ട്രീ കൺസ്ട്രക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഒബ്ജക്ട്സ് നമുക്കിങ്ങനെ ഇൻകമ്മിങ് ആയിട്ട് വരുവാണ്. ഫസ്റ്റ് ഒബ്ജക്റ്റ് വരുമ്പോൾ എന്താ, ഫസ്റ്റ് ഒരു ഒബ്ജക്റ്റ് വരുമ്പോൾ നമ്മൾ അതിനെ ഒരു നോട്ടിലോട്ട് ആഡ് ചെയ്യും. ദെൻ നെക്സ്റ്റ് ഒബ്ജക്റ്റ് വരുമ്പോഴത്തേക്കും എന്തായിരിക്കും, അതിനെല്ലാം നമ്മളിങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനൊരു ഡയമീറ്ററിന് ത്രെഷോൾഡ് വാല്യൂ ആണ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ത്രെഷോൾഡ് വാല്യൂവിനെ എക്സീഡ് ചെയ്യുവാണെങ്കിൽ ആ നോഡിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും, ഇങ്ങനെ ആക്കും. ഓക്കെ, ഇനി എന്താ, ഇനി ഒരു ന്യൂ ക്ലസ്റ്റർ വരുമ്പോൾ ഈ 2 ക്ലസ്റ്റേഴ്സിൽ, അതായത് ഈ 2 ലീഫ് നോഡ്സിൽ ഏതുമായിട്ടാണോ സിമിലർ ആയിട്ടുള്ളത് അവിടോട്ടായിരിക്കും ആഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇയാളെ നമ്മൾ ഇവിടോട്ട് ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എവിടെയാണോ ത്രെഷോൾഡ് വാല്യൂവിനെ, അതായത് ഡയമീറ്റർ എക്സീഡ് ചെയ്യുന്നത്, അതിനെ വീണ്ടും നമ്മൾ സബ് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോഡ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നെങ്കിലും ആക്ച്വലി ഇത് നോഡായിട്ടായിരിക്കത്തില്ല, ഇതിൻ്റെ ഓരോന്നിൻ്റെ CF ആയിരിക്കും നമ്മൾ CF ട്രീയിൽ റെപ്രസെൻറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഓരോ ന്യൂ നോഡ് ആഡ് ചെയ്യുമ്പോഴും ത്രെഷോൾഡ് വാല്യൂ ചെക്ക് ചെയ്യും. ത്രെഷോൾഡ് വാല്യൂവിനെ എക്സീഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് പുതിയ നോഡ്സ് താഴോട്ട് ക്രിയേറ്റ് ചെയ്യും. നോഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ മീൻസ് CF ക്ലസ്റ്ററിങ് ഫീച്ചർ ന്യൂ ആയിട്ട് ആഡ് ചെയ്ത ക്ലസ്റ്ററിങ് ഫീച്ചർ ട്രീനെ നമ്മൾ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇൻ കേസ് ഒരു ന്യൂ നോഡ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻഫോർമേഷൻ നമ്മളങ്ങ് റൂട്ട് വരെ പ്രൊവൈഡ് ചെയ്യാനല്ലേ. അതായത് ഇവിടെ നമ്മളൊരു പുതിയ നോഡ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും, ഫോർ എക്സാമ്പിൾ ഇവിടെ 5 ഒബ്ജക്ട്സ് ഉണ്ടായിരുന്നു, അപ്പോൾ CFൽ ആദ്യത്തെ വാല്യൂ 5 ആയിരിക്കും. ഇവിടെ നമ്മളൊരു ഒബ്ജക്റ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 6 ആവും. അപ്പോൾ ആ ഒരു ഇൻഫോർമേഷൻ ചേഞ്ച് എവിടെയും കാണും, ഇവിടെയും കാണും ഇല്ലേ. കാരണം ഇവിടെ സ്റ്റോർ ചെയ്യുന്നത് ഇയാളുടെ ചിൽഡ്രനിൻ്റെ ഇൻഫോർമേഷനും കൂടെ ആയിരിക്കും. അയാളുടെ ചിൽഡ്രനാണ് ഇത്, അവിടോട്ടാണ് നമ്മളൊരാളെ പുതിയതായിട്ട് ആഡ് ചെയ്തത്. സോ ഇവിടെ പുതിയതായിട്ട് ഒരാളെ ആഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ പുതിയതായിട്ട് നമ്മളൊരാളെ ആഡ് ചെയ്യുമ്പോൾ ആ ഇൻഫോർമേഷൻ ഇവിടെയും എത്തണം, ആ ഇൻഫോർമേഷൻ ഇവിടെയും എത്തണം, അതാണ് റോഡ് വരെ എത്തണം. സോ ഫസ്റ്റ് ഫേസിൽ ഇതേപോലെ ഓരോ ഒബ്ജക്ട്സ് വരുന്നതനുസരിച്ച് നമ്മൾ നോഡ്സിനകത്തോട്ട് ആഡ് ചെയ്യും. ലീഫ് നോഡ്സിനകത്തോട്ടായിരിക്കും ആഡ് ചെയ്യുന്നത്. ത്രെഷോൾഡ് വാല്യൂ എക്സീഡ് ചെയ്യുമ്പോഴത്തേക്കും അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെ ഇൻക്രിമെൻ്റലായിട്ടായിരിക്കും നമ്മളിവിടെ CF ട്രീ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്ത് വരുന്ന CF ട്രീ ചിലപ്പോൾ മേ ബി നമ്മുടെ മെമ്മറിയിൽ ഫിറ്റ് ആയിരിക്കില്ല. ദാറ്റ് മീൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്ത CF ട്രീയുടെ മെമ്മറി എന്ന് പറയുന്നത്
അതിനെക്കാട്ടിയും അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമുക്ക് ഫ്രീ ആയിട്ടുള്ള മെമ്മറിക്ക് ആപ്റ്റ് ആവുന്നതായിരിക്കത്തില്ല. അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ഈ ട്രീ ഒന്നും കൂടി റീബിൽഡ് ചെയ്യേണ്ടി വരും ബൈ മോഡിഫൈങ് ദ ത്രെഷോൾഡ് വാല്യൂ. അങ്ങനെ മോഡിഫൈ ചെയ്യുവാണെങ്കിൽ വീണ്ടും ഓൾഡ് ട്രീ വെച്ചിട്ട് തന്നെയായിരിക്കും നമ്മൾ മോഡിഫൈ ചെയ്യുന്നത്. അല്ലാതെ ഒബ്ജക്ട്സ് ഒന്നേന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യത്തില്ല. ഈ ട്രീ നമ്മൾ ഫസ്റ്റ് ഡെവലപ്പ് ചെയ്ത പ്രീവിയസ് ട്രീ വെച്ചിട്ട് തന്നെയായിരിക്കും. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു വന്നു, നമ്മൾ ട്രീ ഡെവലപ്പ് ചെയ്തു. ട്രീ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് മെമ്മറിയിൽ ഫിറ്റ് അല്ല. അങ്ങനെയാണെങ്കിൽ ത്രെഷോൾഡ് വാല്യൂ അപ്ഡേറ്റ് ചെയ്ത് ന്യൂ ട്രീ ഡെവലപ്പ് ചെയ്യും ഫ്രം ദ ഓൾഡ് ട്രീ. ഫ്രം ദ ഓൾഡ് ട്രീ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആ ലീഫ് നോട്ട്സ് മാത്രം മതി. വൈ? ബിക്കോസ് നമ്മൾ ഇനിഷ്യലി എല്ലാ ഒബ്ജക്ട്സും ഒരൊറ്റ സിംഗിൾ ക്ലസ്റ്ററിലായിരിക്കും. ഫൈനലി ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഫൈനലി ലാസ്റ്റ് ഓരോ ഒബ്ജക്റ്റും ഓരോ ക്ലസ്റ്ററിലായിരിക്കും. അതായത് ലാസ്റ്റ് ലീഫ് നോട്ട്സ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഓരോ ലീഫ് നോഡിലും ഓരോ ക്ലസ്റ്ററായിരിക്കും ഇല്ലേ? അപ്പോൾ ആ ഇൻഫോർമേഷൻ മാത്രം മതി. നമ്മുടെ എല്ലാ ഒബ്ജക്ട്സ് എത്ര ലീഫ് നോട്ട്സ് ഉണ്ടോ അല്ലെങ്കിൽ എത്ര ലീഫ് നോഡ് ക്ലസ്റ്ററിങ് ഫീച്ചേഴ്സ് ഉണ്ടോ അത്രയും നോട്ട്സ് ആയിരിക്കുമല്ലോ നമുക്കുള്ളത്, അത്രയും ഒബ്ജക്റ്റ് ആയിരിക്കുമല്ലോ ഉള്ളത്. സോ ലീഫ് നോഡിൻ്റെ ഇൻഫോർമേഷൻ മാത്രം മതി നമുക്കൊരു ന്യൂ ക്ലസ്റ്ററിനെ റീബിൽഡ് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ക്ലസ്റ്റർ ഫീച്ചർ ട്രീനെ റീബിൽഡ് ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, സോ ഫോർ phase 1 the cluster feature is built dynamically as the objects are inserted. That is, here the method is incremental. When an object is come, it is inserted to the closest leaf. or object വരുമ്പോൾ ഏറ്റവും ക്ലോസ് ആയ ലീഫ് നോഡ് ഏതാണ് അവിടോട്ട് ആഡ് ചെയ്യും. If the diameter after insertion is larger than threshold value, then the leaf node has to be split. After the insertion of the new object, information about it is passed towards the root of the tree. എന്തിനാണ് അങ്ങനെ പാസ് ചെയ്യുന്നത്? ക്ലസ്റ്ററിങ് ഫീച്ചർ അപ്ഡേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി. ആൻഡ് ദ സൈസ് ഓഫ് ദ ക്ലസ്റ്ററിങ് ഫീച്ചർ ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ മോഡിഫൈങ് ത്രെഷോൾഡ് വാല്യൂ. ദാറ്റ് മീൻസ് ഇഫ് ദ സൈസ് ഓഫ് ദ മെമ്മറി for storing the CF tree is larger than the size of the main memory. Size of the memory needed for CF tree is larger than the main memory. Then a smaller threshold value has been specified and the CF tree should be rebuilt. The rebuild process is performed by building a new tree from the leaf nodes of the older tree. Thus, the process of rebuilding the tree is done only with the help of leaf nodes. No need to റീഡ് ഓൾ ഓഫ് ദ ഒബ്ജക്ട്സ്. എല്ലാ ഒബ്ജക്ട്സും ഒന്നേന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ നമുക്ക് റീഡ് ചെയ്യേണ്ട, ആ ലീഫ് നോട്ട്സ് മാത്രം നോക്കിയാൽ മതി, നമുക്ക് എല്ലാ ഒബ്ജക്ട്സും കിട്ടും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബെർച്ച് അൽഗോരിതത്തിൽ പഠിക്കാനായിട്ടുള്ളത്, അല്ലെങ്കിൽ ഹൈറാർക്കി ക്ലസ്റ്ററിങ് മെത്തേഡ്സിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ വാട്ട് യു മീൻ ബൈ ഹൈറാർക്കി ക്ലസ്റ്ററിങ്? ഹൈറാർക്കി ക്ലസ്റ്ററിങ് ഒരു ട്രീ ഓഫ് ക്ലസ്റ്റേഴ്സ് ഡെവലപ്പ് ചെയ്യും. 2 ടൈപ്സ് ഉണ്ട്, അഗ്ലോമറേറ്റീവ് ആൻഡ് ഡിവിസീവ്. അഗ്ലോമറേറ്റീവിൽ ബോട്ടം അപ്പ് അപ്രോച്ച് യൂസ് ചെയ്യും. ഇനിഷ്യലി ഓരോ ക്ലസ്റ്ററിനകത്ത് ഒരൊറ്റ ഒബ്ജക്റ്റ് മാത്രമേ കാണും, അല്ലെങ്കിൽ ഓരോ ഒബ്ജക്റ്റിന് ഒരു ക്ലസ്റ്റർ കാണും. അതിനെ നമ്മൾ മെർജ് ചെയ്ത് ഫൈനലി എല്ലാ ഒബ്ജക്ട്സും ഒരൊറ്റ ക്ലസ്റ്റർ വരും. ഡിവിസീവ് മെത്തേഡിനകത്താണെന്നുണ്ടെങ്കിൽ ഇനിഷ്യലി എല്ലാ ഒബ്ജക്ട്സും ഒരു ക്ലസ്റ്ററിലായിരിക്കും. ദെൻ അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഫൈനലി ഓരോ ഒബ്ജക്റ്റും ഓരോ ക്ലസ്റ്ററിലായിരിക്കും. ഈ രണ്ട് മെത്തേഡ്സിലും സ്പ്ലിറ്റിങ്ങിന് മെർജിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെഷേഴ്സാണ് മിനിമം ഡിസ്റ്റൻസ്, മാക്സിമം ഡിസ്റ്റൻസ്, മീൻ ഡിസ്റ്റൻസ് ആൻഡ് ആവറേജ് ഡിസ്റ്റൻസ്. ദെൻ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് വൈൽ വി പെർഫോമിങ് ദ ഹൈറാർക്കി ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത്, നമ്മൾ ഈ മെർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യുന്നത് ഏത് പോയിൻറ്റ്സിൽ വെച്ചിട്ടായിരിക്കും, അതിനെ ബേസ് ചെയ്തിരിക്കും ഫർദർ പ്രോസസ്സിങ് അല്ല. സോ എന്തെങ്കിലും ഒരു സ്പ്ലിറ്റിംഗ് ഓർ മെർജിങ് പോയിൻറ്റ് നമ്മൾ റോങ് ആയിട്ടാണ് സെലക്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ ലോ ക്വാളിറ്റി ക്ലസ്റ്റേഴ്സ് ആയിരിക്കും ഇൻ റിസൾട്ടൻ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഒരു വട്ടം നമ്മളൊരു ക്ലസ്റ്ററിനകത്ത് ഒരു ഒബ്ജക്റ്റ് ആക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ക്ലസ്റ്ററിൽ നിന്ന് വേറെ ക്ലസ്റ്ററിലോട്ട് ഒബ്ജക്റ്റിനെ റീഅഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആ ഡിസഡ്വാൻറ്റേജ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബെർച്ച് മെത്തേഡ് യൂസ് ചെയ്തത്. ഇവിടെ ബെർച്ച് മെത്തേഡിൽ ഇനിഷ്യലി നമ്മൾ ഒരു CF ട്രീ കൺസ്ട്രക്ട് ചെയ്യും. അതായത് ഇവിടെ യൂസ് ചെയ്ത ന്യൂ കൺസെപ്റ്റാണ് CF ട്രീ. CF ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺസിസ്റ്റിംഗ് ഓഫ് എ CF ക്ലസ്റ്ററിങ് ഫീച്ചറുണ്ട്. ക്ലസ്റ്ററിങ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആക്ച്വൽ ട്രീ ഓഫ് ക്ലസ്റ്റേഴ്സിൻ്റെ ഒരു സമ്മറൈസ്ഡ് ഇൻഫോർമേഷനാണ്. ഒബ്ജക്റ്റ് സ്റ്റോർ ചെയ്യാതെ അതിൻ്റെ ട്രിപ്ലെറ്റ് ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യും. ട്രിപ്ലെറ്റ് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലസ്റ്ററിനകത്തുള്ള നമ്പർ ഓഫ് ഒബ്ജക്ട്സ്, അതിൻ്റെ ലീനിയർ സം ആൻഡ് സ്ക്വയർ സം, അതായിരിക്കും ക്ലസ്റ്ററിങ് ഫീച്ചർ. ആ ക്ലസ്റ്ററിങ് ഫീച്ചറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ക്ലസ്റ്ററിങ് ഫീച്ചർ ട്രീ. ഈ ട്രീ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന 2 ഫേസിൽ, ബെർച്ച് അൽഗോരിതം പെർഫോം ചെയ്യുന്ന 2 ഫേസസ് ഉണ്ട്. ഫസ്റ്റ് ഫേസിൽ നമ്മൾ CF ട്രീ കൺസ്ട്രക്ട് ചെയ്യും. സെക്കൻഡ് ഫേസസിൽ മെയിൻലി വേറെ ഏതെങ്കിലും ഒരു ക്ലസ്റ്ററിങ് അൽഗോരിതം യൂസ് ചെയ്തിട്ട് നമുക്ക് റീഅഡ്ജസ്റ്റ്മെൻറ്റ് പെർഫോം ചെയ്യാം. മെയിൻലി നമ്മൾ പാർട്ടീഷനിങ് മെത്തേഡായിരിക്കും യൂസ് ചെയ്യുന്നത്. അതായത് ആദ്യം ഒരു CF ട്രീ കണ്ടുപിടിച്ചിട്ട് ദെൻ നമുക്ക് പാർട്ടീഷൻ മെത്തേഡ് അപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒബ്ജക്ട്സിനെ ക്ലസ്റ്റേഴ്സിനെ ഇൻവിറ്റീവായിട്ട് സ്വാപ്പ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ക്ലസ്റ്ററിങ് ഫീച്ചർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് വരുമ്പോൾ അതിനെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ലീഫ് നോഡ് ഏതാണ് അവിടോട്ട് നമ്മൾ അപ്ലൈ ചെയ്യും. അതായത് ആ ക്ലസ്റ്ററിങ് ഫീച്ചർ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ദെൻ ഒരു പർട്ടിക്കുലർ ത്രെഷോൾഡ് വാല്യൂ ഉണ്ട്. ആ ത്രെഷോൾഡ് വാല്യൂവിനെ എക്സീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലീഫ് നോഡിനെ സ്പ്ലിറ്റ് ചെയ്യും.
സ്പ്ലിറ്റ് ചെയ്ത് ഓക്കെ ഓരോ തവണയും നമ്മൾ ന്യൂ നോഡ് ആഡ് ചെയ്യുമ്പോൾ ആ ഇൻഫർമേഷൻ റൂട്ട് വരെ പോയി റൂട്ട് വരെ പാസ് ചെയ്ത് അവിടം വരെയുള്ള ക്ലസ്റ്ററിങ് ഫീച്ചർ ആ പാത്തിലുള്ള ക്ലസ്റ്ററിങ് ഫീച്ചറെല്ലാം നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ഇനി ക്ലസ്റ്ററിനെ നമ്മൾ ഇൻ കേസ് മെമ്മറി ഫിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ റീബിൽഡ് ചെയ്യണം. റീബിൽഡ് ചെയ്യുമ്പോൾ ഫുൾ ഒബ്ജക്ട്സും റീഡ് ചെയ്യും, ജസ്റ്റ് ലീഫ് നോട്ട്സ് മാത്രം മതി. അതായത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ക്ലസ്റ്റർ CF ട്രീനെ തന്നെ യൂസ് ചെയ്തിട്ടായിരിക്കും ന്യൂ CF ട്രീ ഡെവലപ്പ് ചെയ്യുന്നത്. ദെൻ ഫൈനലി ഈ ബർച്ച് അൽഗോരിതത്തിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്പീരിക്കൽ ഷേപ്പിലുള്ള ക്ലസ്റ്റേഴ്സ് മാത്രമേ ഈ ബർച്ച് അൽഗോരിതം വർക്ക് ചെയ്യൂ. വി കനോട്ട് യൂസ് ദ ബർച്ച് അൽഗോരിതം ഫോർ വർക്കിംഗ് വിത്ത് എനി ഷേപ്പ് ഓഫ് ക്ലസ്റ്റേഴ്സ്, അല്ലെങ്കിൽ ആർബിട്രറി ഷേപ്പ് ഓഫ് ക്ലസ്റ്റേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ബർച്ച് അൽഗോരിതം യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവിടെയാണ് നമ്മൾ ഡെൻസിറ്റി ബേസ്ഡ് അൽഗോരിതം യൂസ് ചെയ്യുന്നത്. സോ by the next video we will discuss about density based clustering. Thank you.